മൈ നെയിം ഈസ് സുജീഷ്, ബയോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ വെയിറ്റേജ് ഉള്ള മാർക്ക് കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. +1 ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററായിട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് എന്നാണ് അർത്ഥം, അല്ലേ? ലിവിങ്. എല്ലാ ജീവനുള്ള ഓർഗാനിസങ്ങളെയും നമുക്ക് ബയോയിൽ കൂട്ടാം. പ്ലാന്റുകൾ, അനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, അല്ലേ? അപ്പോൾ ഇവർ ഫംഗസ്, ഓക്കെ, അതുപോലെ തന്നെ അമീബ, പാരമീസിയം, ഇവരെല്ലാവരും തന്നെ ലിവിങ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഇവരെല്ലാം നമുക്ക് ലിവിങ് ഓർഗാനിസംസ് ആയിട്ട് കൂട്ടാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ലിവിങ് ഓർഗാനിസങ്ങളെയൊക്കെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ബയോ എന്ന് പറയുമ്പോൾ ലിവിങ് ആണ്. ഈ ലിവിങ് ഓർഗാനിസങ്ങളെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് എന്തിനാണ് ഈ ക്ലാസിഫൈ ചെയ്യുന്നത്? വാട്ട്സ് ദ നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ? അതൊരു എൻട്രൻസ് ക്വസ്റ്റ്യനും കൂടെയാണ്. സോ നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ളത് അർത്ഥമാണ് ഇതിനകത്ത് നോക്കുന്നത്. നോക്കൂ, നമ്മൾ ഒരു ലൈബ്രറിയിലോട്ട് പോവാണ്. എനിക്ക് ആവശ്യം ഒരു ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഹിസ്റ്ററി ബുക്കാണ്. എനിക്ക് ആവശ്യം ഒരു ഹിസ്റ്ററി ബുക്കാണ്. അപ്പോൾ ഞാൻ ലൈബ്രറിയിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ലൈബ്രറിയിൽ കുറേ ബുക്സ് ഇങ്ങനെ ഡംപ് ചെയ്തിട്ടേക്കാണ്, എല്ലാം കൂടെ കൂട്ടി. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ്. അതിൽ നിന്ന് എനിക്കൊരു ഹിസ്റ്ററി ബുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? ഓരോന്നും ചിക്കിച്ചകേണ്ടി വരും. ഓരോന്നിൻ്റെ ഹെഡിങ് നോക്കി, ടൈറ്റിൽ നോക്കി, ബുക്സിൻ്റെ ടൈറ്റിൽസൊക്കെ നോക്കിയിട്ട് നമുക്കതെന്ത് ചെയ്യേണ്ടി സെർച്ച് ചെയ്തെടുക്കേണ്ടി വരും ആ ഹിസ്റ്ററി ബുക്ക്, ശരിയല്ലേ? പക്ഷേ അവൻ്റെ ക്യാരക്ടർ അനുസരിച്ച്, അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് അനുസരിച്ച് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരുന്നാൽ, എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ഷെൽഫ്, ഹിസ്റ്ററിക്ക് ഒരു ഷെൽഫ്, ഫിസിക്സിനൊരു ഷെൽഫ്, കെമിസ്ട്രിക്ക് ഒരു ഷെൽഫ്, ബയോളജിക്കൊരു ഷെൽഫ്, ഇങ്ങനെ ഓരോ ഷെൽഫുകളായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഹിസ്റ്ററി ബുക്ക് എടുക്കാൻ വളരെ ഈസിയാണ്, ശരിയല്ലേ? എനിക്ക് നേരെ ഹിസ്റ്ററി എടുത്തോട്ട് പോയാൽ മതി, ആ ഹിസ്റ്ററി ബുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ക്ലാസിഫിക്കേഷൻ്റെ ഒരു കോമൺ ലക്ഷ്യം എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്, എയിം ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഈസിനെസ് ടു ഐഡൻറ്റിഫൈ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ മീൻസ് അവരുടെ എയിം എന്ന് പറയും. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവരെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൽ ക്യാരക്ടറൈസ് ചെയ്യുന്നതാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ്റെ നീഡെന്ന് ചോദിച്ചാൽ ഈസിനെസ് ടു ഐഡൻറ്റിഫൈ. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ നീഡ് എന്ന് പറയുന്നത് ഈസിനെസ് ടു ഐഡൻറ്റിഫൈ ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ എന്താ ചെയ്യുന്നത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. എന്ന് വെച്ചാൽ ജീവനുള്ള ഓർഗാനിസങ്ങളെ അവരുടെ സ്വഭാവമനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അനുസരിച്ച്, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഹാബിറ്ററ്റ് അനുസരിച്ച്, അല്ലേ? അല്ലെങ്കിൽ അവരുടെ ന്യൂട്രീഷൻ അനുസരിച്ച്, അവരെങ്ങനെ ഫുഡ് കഴിക്കുന്നു, ന്യൂട്രീഷൻ അനുസരിച്ച്, അതേപോലെ തന്നെ അവരുടെ റീപ്രൊഡക്ഷൻ അനുസരിച്ച്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് അവരെന്താ ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ മീനിങ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലോട്ടൊന്ന് പോകാം. ലോകത്ത് ആദ്യമായിട്ട് ലിവിങ് ഓർഗാനിസങ്ങളെ, അതായത് ജീവിച്ചിരിക്കുന്ന എല്ലാ ഓർഗാനിസങ്ങളെയും ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത് അരിസ്റ്റോട്ടിലാണ്, ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള അരിസ്റ്റോട്ടിൽ. ഓക്കെ, സോ അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് ലിവിങ് ഓർഗാനിസങ്ങളെ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തത്. Okay, he was the first man who classified the entire living organisms into group. ആ ഗ്രൂപ്പ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഈ അരിസ്റ്റോട്ടലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ബയോളജി? ഇദ്ദേഹം ബയോളജിയുടെ ഫാദറാണ്. അതുകൂടാതെ തന്നെ ബയോളജിക്ക് രണ്ട് പ്രധാനപ്പെട്ട ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഡിവിഷൻസാണ് ബോട്ടണിയും സുവോളജി, അല്ലേ? അപ്പോൾ അതിൻ്റെ സുവോളജിയുടെ ഫാദറുമാർ തന്നെയാണ് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ബയോളജിയുടെ ഫാദറാണ്, അതേപോലെ തന്നെ സുവോളജിയുടെ ഫാദറുമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ബോട്ടണിയുടെ ഫാദർ ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, തിയോഫ്രാസ്റ്റസ്.
അദ്ദേഹമാണ് തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ ഫാദറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് അരിസ്റ്റോട്ടിലോട്ട് വരാം. അരിസ്റ്റോട്ടിൽ നമുക്കറിയാം, അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ലോകത്തുള്ള ലിവിങ് ഓർഗാനിസങ്ങളെ, അതായത് അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറായിരുന്നു, ഓക്കെ, ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ലിവിങ് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. അദ്ദേഹം ലിവിങ് ഓർഗാനിസത്തിനെ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തത് 2 ഗ്രൂപ്പായിട്ടാണ്. പ്ലാന്റ് ഗ്രൂപ്പ് എന്നും അതുപോലെ തന്നെ ആനിമൽ ഗ്രൂപ്പ് എന്നുമാണ്. പ്ലാന്റ് ഗ്രൂപ്പ് എന്നും ആനിമൽ ഗ്രൂപ്പ് എന്നും. അപ്പം അവരുടെ മോർഫോളജി നോക്കിയിട്ടാണ്. എന്താണ് മോർഫോളജി? സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ സ്ട്രക്ചർ, അല്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയുണ്ട്, പുറത്തു നോക്കുമ്പോൾ മാത്രം, അല്ലാതെ നമ്മൾ കീറി മുറിക്കത്തൊന്നുമില്ല. അനാട്ടമിയൊന്നും നോക്കത്തില്ല. ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അനാട്ടമി. പുറമേ നിന്നുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ നോക്കി പഠിക്കുന്നതിന് നമ്മൾ മോർഫോളജി എന്ന് പറയും. അപ്പം വെറും മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്ത് ആദ്യമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, അവർ അനിമൽസ്. മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അനിമൽസ്. കുറച്ച് പേര് മൂവ് ഒന്നും ചെയ്യുന്നില്ല, അവർ പ്ലാന്റ്, അല്ലേ? പ്ലാന്റുകൾ മൂവ് ചെയ്യാറില്ല, ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കുന്നു. അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചില എക്സ്റ്റേണൽ ക്യാരക്ടറും ഒക്കെ നോക്കിയിട്ടാണ് അരിസ്റ്റോട്ടിൽ ആദ്യമായിട്ട് ലിവിങ് ഓർഗാനിസങ്ങളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, സോ പ്ലാന്റ്സ് എന്നും അനിമൽസ് എന്നും. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? പ്ലാന്റിനെ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അവരുടെ മോർഫോളജി, അവരുടെ പൊക്കം നോക്കിയിട്ട്. ഏറ്റവും കുഞ്ഞു പ്ലാന്റുകളെ അദ്ദേഹം ഹെർബ്സ് എന്ന് വിളിച്ചു. കുഞ്ഞു ടൈപ്പ് പ്ലാന്റുകൾ ഹെർബ്സ്. കുറച്ചുകൂടി വലിയ പ്ലാന്റുകൾ, അതായത് കുറ്റിച്ചെടികൾ എന്നൊക്കെ നമ്മൾ പറയും, അതിനെ ഷ്രബ്സ് എന്ന് വിളിച്ചു. അതേപോലെ തന്നെ വൻ വൃക്ഷങ്ങളുണ്ട്, വലുതായിട്ടൊക്കെ വളരുന്ന വൻ മരങ്ങൾ, അദ്ദേഹം അതിനെ ട്രീസ് എന്ന് വിളിച്ചു. അപ്പോൾ അവരുടെ മോർഫോളജി നോക്കിയിട്ട്, പൊക്കം നോക്കിയിട്ട് പ്ലാന്റ്സിനെ എന്ത് ചെയ്തു? അദ്ദേഹം 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹം ഹെർബ്സ് എന്നും, പിന്നെ ഷ്രബ്സ് എന്നും, പിന്നെ ട്രീസ് എന്നും ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഇങ്ങനെ 3 ഗ്രൂപ്പിൽ അവരുടെ മോർഫോളജി നോക്കിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തി. ഓക്കെ, ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. കുഞ്ഞു ചെടികൾ ഹെർബ്സ്, കുറ്റിച്ചെടികൾ എന്ന് പറഞ്ഞ് ഇച്ചിരി കൂടി പൊക്കത്തിൽ വളരുന്നവർ ഹെർബ്സ് എന്നും, വൻ വൃക്ഷങ്ങളെ അദ്ദേഹം ട്രീസ് എന്നും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ഇതായിരുന്നു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ ക്ലാസിഫിക്കേഷൻ? അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ. ദെൻ ഹി അഗെയിൻ ക്ലാസിഫൈഡ് അനിമൽസ്. എന്നിട്ട് അദ്ദേഹം അനിമൽസിലോട്ട് വന്നു. അദ്ദേഹം അനിമലിനെ ക്ലാസിഫൈ ചെയ്തത് RBCയുടെ പ്രസൻസ് അനുസരിച്ചാണ്. എന്താണ് RBC? റെഡ് ബ്ലഡ് സെൽസ് ആണ്, അല്ലേ? നമുക്ക് റെഡ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ RBC ഉണ്ടെങ്കിൽ, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ചുമന്ന രക്തമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് ആയിരിക്കും നമ്മൾ. അദ്ദേഹം റെഡ് ബ്ലഡഡ് അനിമൽസ് എന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ ദേഹം മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് ബ്ലഡാണ് വരുന്നത്, കാരണം നമുക്ക് RBC ഉണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അനിമൽസിനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. RBC ഉള്ളവരെ റെഡ് ബ്ലഡഡ് എന്നും, RBC ബ്ലഡിലില്ലാത്തവരെ അദ്ദേഹം നോൺ റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും വിളിച്ചു. നിങ്ങളിപ്പോൾ ഒരു പാറ്റ അടിച്ച് കൊല്ലുവാണെങ്കിൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റെഡ് ബ്ലഡ് ഇല്ല, ഒരു വൈറ്റ് ഫ്ലൂയിഡാണുള്ളത്. ഉറുമ്പിനെ കൊല്ലുവാണെങ്കിൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ബ്ലഡ് ഇല്ല. അവരെല്ലാം നോൺ റെഡ് ബ്ലഡഡ് ആണ്, ശരിയല്ലേ? അപ്പം ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് RBC, അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈഡ് അനിമൽസ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. ഓക്കെ, 2 ഗ്രൂപ്പായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. ഒന്നിനെ അദ്ദേഹം റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും, അതായത് ചുമന്ന രക്താണുക്കൾ, മലയാളത്തിൽ പറഞ്ഞാൽ ചുമന്ന രക്താണുക്കൾ RBC ഉണ്ടെങ്കിൽ അവർ റെഡ് ബ്ലഡഡ്. നമ്മളൊക്കെ റെഡ് ബ്ലഡഡ് ആണ് അനിമൽസൊക്കെ, കാരണം നമ്മളൊക്കെ മുറിക്കുമ്പോൾ റെഡ് ബ്ലഡ് വരാറുണ്ട്. മറ്റതിനെ അദ്ദേഹം എന്ത് ചെയ്ത് വിളിച്ചു? നോൺ റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും വിളിച്ചു. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് RBC, അനിമൽസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു റെഡ് ബ്ലഡഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ് അനിമൽസ്. ഇതായിരുന്നു ലോകത്തെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അതാരാ പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അരിസ്റ്റോട്ടിൽ. ഇതൊരു നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ വാസ് ദ ഫസ്റ്റ് മാൻ ഹു ക്ലാസിഫൈഡ് എൻറ്റയർ ലിവിങ് ഓർഗാനിസംസ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഹി അഗെയിൻ ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്. ഏറ്റവും ചെറിയ ചെടികളെ അദ്ദേഹം ഹെർബ്സ് എന്നും, രണ്ടാമത് ഇച്ചിരി കൂടി വലിയ ചെടികൾ, കുറ്റിച്ചെടികളെന്ന് നമ്മൾ പറയും, മരങ്ങളുമല്ല, തീരെ കുഞ്ഞ് ഈ പുല്ലുവർഗ്ഗത്തിൽപ്പെട്ടതുമല്ല, ഗ്രാസ് ടൈപ്പും അല്ല, ഇടയ്ക്ക് നിൽക്കുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നവരെ ഷ്രബ്സ് എന്നും, പിന്നെ വൻ വൃക്ഷങ്ങളെ ട്രീസ് എന്നും. എന്നിട്ട് അദ്ദേഹം അനിമൽസിന് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തു? റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും നോൺ റെഡ് ബ്ലഡഡ് അനിമൽസ് എന്നും, അവരുടെ എന്ത് നോക്കിയിട്ട്? RBC നോക്കിയിട്ട്, റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രസൻസ് നോക്കിയിട്ട്. ഇതായിരുന്നു ക്ലാസിഫിക്കേഷൻ. പിന്നെ ക്ലാസിഫൈ ചെയ്തത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് നമുക്കറിയാം ആരാണ്? ബോട്ടണിയുടെ ഫാദറാണ്, അല്ലേ?
നമുക്ക് ബയോളജിയുടെ ഫാദർ അരിസ്റ്റോട്ടിലാണ്, സുവോളജിയുടെ ഫാദർ ആരാണ്, അതും അരിസ്റ്റോട്ടിലാണ്. പക്ഷേ ബോട്ടണിയുടെ ഫാദർ ആരാണ്? തിയോഫ്രാസ്റ്റസ്. തിയോഫ്രാസ്റ്റസ് നമുക്കറിയാം ബോട്ടണിയുടെ ഫാദർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് എന്തിലോട്ടാണ്? പ്ലാന്റിലോട്ടാണ്. ഓക്കെ, അപ്പോൾ പ്ലാന്റിലോട്ട് ക്ലാസിഫൈ ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു? പ്ലാന്റുകളെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. പ്ലാന്റുകളെ അദ്ദേഹം അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്ത ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. ആരാണ്? തിയോഫ്രാസ്റ്റസ്. സോ ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ടു 4 ഗ്രൂപ്പ്സ്. 4 ഗ്രൂപ്പിൽ അദ്ദേഹം എന്ത് ചെയ്തു? പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ 4 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഗ്രൂപ്പിനെ അദ്ദേഹം ഹെർബ്സ് എന്ന് വിളിച്ചു. ഇച്ചിരി വലിയ കുറ്റിച്ചെടികളെ അദ്ദേഹം ഷ്രബ്സ് എന്ന് വിളിച്ചു. പിന്നെ വൻ വൃക്ഷങ്ങളെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ട്രീസ് എന്ന് വിളിച്ചു. പക്ഷേ ഈ ചെറിയ ഹെർബ്സിനും അതുപോലെ തന്നെ കുറ്റിച്ചെടികളായ ഷ്രബ്സിനും ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ചില പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. അതിനെ അദ്ദേഹം അണ്ടർ ഷ്രബ്സ് എന്നാണ് വിളിച്ചത്. ഷ്രബ്സിന് താഴെ വരുന്നവർ. എന്നാൽ ഹെർബ്സിനെക്കാളും പൊക്കം കൂടുതൽ, ഗ്രാസ് ടൈപ്പിനേക്കാളും പൊക്കം കൂടുതലും എന്നാൽ കുറ്റിച്ചെടികളെക്കാളും പൊക്കം കുറവുള്ളതായിട്ട് ഇൻ്റർമീഡിയറ്റ്സ്, അതിനെ അദ്ദേഹം വിളിച്ച പേര് അണ്ടർ ഷ്രബ്സ് എന്നായിരുന്നു. എന്നാണ് അണ്ടർ ഷ്രബ്സ്. ഇതായിരുന്നു തിയോഫ്രാസ്റ്റസിൻ്റെ ക്ലാസിഫിക്കേഷൻ. സോ ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ടു 4 ഗ്രൂപ്പ്സ്: ഹെർബ്സ്, അണ്ടർ ഷ്രബ്സ്, ഷ്രബ്സ് ആൻഡ് എന്താണ്? ട്രീസ്. ഓക്കെ, സോ ഇതായിരുന്നു തിയോഫ്രാസ്റ്റസിൻ്റെ ക്ലാസിഫിക്കേഷൻ. തിയോഫ്രാസ്റ്റസിൻ്റെ ക്ലാസിഫിക്കേഷന് ശേഷം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാണ് കോൾ ലിനേസ്. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ കരോളസ് ലിനേസ് എന്നൊക്കെ എഴുതുന്ന കോൾ ലിനേസ് ആണ് എന്താണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആൾ. ഓക്കെ, ഹി പ്രൊപ്പോസ്ഡ് കോൾ ലിനേസ് പ്രൊപ്പോസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നീറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ കോൾ ലിനേസ് പ്രൊപ്പോസ് ദ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് കോൾ ലിനേസ് ആണ്. 2 കിങ്ഡം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സാമ്രാജ്യം എന്നാണ് അല്ലേ. 2 സാമ്രാജ്യങ്ങളിലായിട്ട് 2 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസങ്ങളെ അദ്ദേഹം കൊണ്ടുവന്നു. ഒന്ന് ആനിമൽ കിങ്ഡവും ഒന്ന് പ്ലാന്റ് കിങ്ഡവും. ഓക്കെ, അപ്പോൾ അദ്ദേഹം നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിൻ്റെ സെൽ വോൾ പ്രസൻസ് ആണ് അദ്ദേഹം നോക്കിയത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ പറയുവാണെങ്കിൽ പ്ലാന്റിനാണെങ്കിൽ സെൽ വോൾ ഉണ്ട്. സെല്ലുലോസ് എന്ന് പറയുന്ന സെൽ വോളാണ് പ്ലാന്റിനുള്ളത്. പക്ഷെ നമുക്കോ അനിമൽസിനോ എന്തില്ല? സെൽ വോൾ ഇല്ല. അപ്പോൾ അങ്ങനൊരു ക്യാരക്ടറൈസേഷൻ കൂടെ നോക്കിയിട്ടാണ് മോർഫോളജി അദ്ദേഹം നോക്കി. പ്രത്യേകിച്ച് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ മോർഫോളജിക്കൽ സ്ട്രക്ചർ, എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒക്കെ നോക്കിയിട്ട് അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സും സെൽ വോളിൻ്റെ പ്രസൻസും നോക്കിയിട്ട് ഓർഗാനിസങ്ങളെ 2 കിങ്ഡത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. ഒന്ന് പ്ലാന്റ് കിങ്ഡവും ഒന്ന് അനിമൽ കിങ്ഡവും. ഇതിനെയാണ് നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ കോൾ ലിനേസ് ആണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? ഇതൊരു നീറ്റ് ക്വസ്റ്റ്യനും കൂടിയാണ്. കോൾ ലിനേസ് പ്രപ്പോസ് ദ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അങ്ങനെ 2 കിങ്ഡം കൊണ്ടുവന്നു. ഒരു കിങ്ഡം എന്താണ്? പ്ലാന്റ് കിങ്ഡം. പ്ലാന്റുമായിട്ട് സാമ്യതയുള്ള എല്ലാവരെയും അദ്ദേഹം പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. അനിമൽസിലായിട്ട് സാമ്യമുള്ളവരെ എല്ലാവരെയും അദ്ദേഹം എന്തിൽ ഉൾപ്പെടുത്തി? അനിമൽ കിങ്ഡത്തിലും ഉൾപ്പെടുത്തി. ഓക്കെ, സോ ഇതായിരുന്നു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പിന്നെ ഈ കോൾ ലിനേസിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹത്തിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി എന്ന് പറയും. ഓക്കെ, എന്താണ് ടാക്സോണമി? സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലേ. ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാക്സോണമി എന്ന് വിളിക്കുന്നത്. ടാക്സോണമി. അപ്പോൾ അത് ഫാദർ ഓഫ് എന്താണ്? മോഡേൺ ടാക്സോണമി. ഇന്നുള്ള ക്ലാസിഫിക്കേഷൻ്റെ മോഡേൺ ടാക്സോണമിയുടെ ഫാദറാണ് ആരെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇദ്ദേഹം ആരാണ്? ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമിയാണ് കോൾ ലിനേസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനെ നമുക്ക് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. 2 കിങ്ഡത്തിൽ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു, പ്ലാന്റ് കിങ്ഡം എന്നും അനിമൽ കിങ്ഡം എന്നും. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ ക്രൈറ്റീരിയ? അദ്ദേഹം മോർഫോളജി നോക്കി, അതേപോലെ തന്നെ എന്ത് നോക്കി? സെൽ വോളിൻ്റെ പ്രസൻസും എന്താണ് ആബ്സെൻസും ഒക്കെ അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പക്ഷേ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒരുപാട് ഡീമെറിറ്റുകളുണ്ടായിരുന്നു. ഒരുപാട് ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പല യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളെയും പിടിച്ച് മൾട്ടി സെല്ലുലാർ ഗ്രൂപ്പിൽ ഇട്ടു. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം
യൂണിസെല്ലുലാർ മീൻസ് ഒറ്റ സെല്ലുള്ള ഓർഗാനിസമാണ് യൂണിസെൽ. അവരുടെ ശരീരത്തിൽ ഒറ്റ സെല്ലേ കാണും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ടീരിയ എടുക്കാം. ഓക്കെ, ബാക്ടീരിയയ്ക്ക് ശരീരത്തിൽ ഒറ്റ സെല്ലേ ഉള്ളൂ അല്ലേ, അതുകൊണ്ടാണ് അവരെ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. അതേപോലെ തന്നെ നിങ്ങൾ അമീബ പരിശോധിച്ച് നോക്കൂ, അമീബ എടുത്താലും അതിൻ്റെ ശരീരത്തിൽ എത്രയേ ഉള്ളൂ, ഒറ്റ സെല്ലേ ഉള്ളൂ. ഓക്കെ, ഇതാണ് എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഇവരെ പിടിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, മൾട്ടി സെല്ലുലാർ ഗ്രൂപ്പിലിട്ടു. എന്ന് പറഞ്ഞാൽ പ്ലാന്റ് മൾട്ടി സെല്ലുലാർ. നമുക്കറിയാമല്ലോ, പ്ലാന്റ് നോക്കുമ്പോൾ ഒന്നിലധികം സെല്ല് കൊണ്ടാണ് പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ആർ മൾട്ടി സെല്ലുലാർ. ഇനി നമ്മളെ നോക്ക്, നമുക്ക് ഒരുപാട് സെല്ലുകളില്ലേ. സോ വി ആർ ഓൾസോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഇസ്ന്റ് ഇറ്റ്. സോ നമുക്ക് എന്താണ്, നമ്മൾ അനിമൽസ് എടുത്താലും ശരി പ്ലാന്റ് എടുത്താലും ശരി മൾട്ടി സെല്ലുലാറാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബാക്ടീരിയയെ പിടിച്ച് അദ്ദേഹം ഈ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തി. അതൊരു വലിയ ഡീമെരിറ്റാണ്. കാരണം ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഹെട്രോട്രോഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി ഫുഡ് എന്ത് ചെയ്യാറില്ല, പ്രിപ്പയർ ചെയ്യാറില്ല. അവർ അതർ ഓർഗാനിസങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ പ്ലാന്റുകൾ ഓട്ടോട്രോഫാണ്, സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോഫിക് ഗ്രൂപ്പായിട്ടുള്ള പ്ലാന്റിലോട്ട്, പ്ലാന്റ് കിങ്ഡത്തിലോട്ട് ഹെട്രോട്രോഫിക് ഗ്രൂപ്പായിട്ടുള്ള ആരെ പിടിച്ചിട്ടു, ബാക്ടീരിയ പിടിച്ചിട്ടു. ഓക്കെ, അതൊരു വലിയ ഡീമെരിറ്റ് അല്ലേ. അപ്പം ഒരു സംശയം വരാം, സാർ എന്തുകൊണ്ടാണ് ഈ ബാക്ടീരിയ അദ്ദേഹം അനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുത്താത്തത്? കാരണം രണ്ടുപേർക്കും മൂവ്മെൻ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ അവിടെയല്ലേ വരേണ്ടത്? നോക്കിയപ്പോൾ ബാക്ടീരിയയ്ക്ക് സെൽ വോളുണ്ട് അല്ലേ, സെൽ വോൾ പ്രസൻ്റ് ആണ്. പക്ഷേ അനിമലിന് സെൽ വോൾ ഇല്ല. അതൊന്ന്. രണ്ടാമത്തത്, ബാക്ടീരിയയിലുള്ള ഒരു ഗ്രൂപ്പാണ് സയാനോ ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയയിലുള്ള വേറൊരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്, സയാനോ ബാക്ടീരിയ. ഇവരെ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് വിളിക്കും. പ്ലാന്റുകളെപ്പോലെ ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയകളാണ് സയാനോ ബാക്ടീരിയ. നിങ്ങൾ ഈ സയാനോ ബാക്ടീരിയ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ നമ്മൾ തെന്നി വീഴാനും പാകത്തിന് ഒരു പായൽ ടൈപ്പ് വരും. ആ സാധനത്തിന് നമ്മൾ സയാനോ ബാക്ടീരിയ എന്ന് പറയും. പിന്നെ അല്ലാതെ അക്വാട്ടിക് ബോഡിയിലൊക്കെ കാണും, വെള്ളത്തിലൊക്കെ കിടപ്പുണ്ടാവും. ഈ പൊള്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിലൊക്കെ ഈ സാധനം പുറത്ത് കാണാം. അത് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക്കാണ്, സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറൈസിക്സ് ബാക്ടീരിയയ്ക്ക് ഉള്ളത് കൊണ്ട് എല്ലാ ബാക്ടീരിയയും പിടിച്ച് അദ്ദേഹം ഓട്ടോട്രോഫായിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ അദ്ദേഹം പിടിച്ചിട്ടു. ഓക്കെ, പക്ഷേ സയാനോ ബാക്ടീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ കരുതി എല്ലാ ബാക്ടീരിയയും പിടിച്ച് എന്തിലിട്ടു, ഈ പറയുന്ന ഓട്ടോട്രോഫിക് ഗ്രൂപ്പിലിട്ടു. അതും ഒരു വലിയൊരു ഡീമെരിറ്റാണ്. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാറായിട്ടുള്ള ഈ പറയുന്ന ബാക്ടീരിയയെ പിടിച്ച് മൾട്ടി സെല്ലുലാറായിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിൽ ഇടുക എന്ന് പറയുന്നത് അതൊരു ഡീമെരിറ്റ് തന്നെയാണ്. ഇനി അടുത്ത കാര്യം, ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ബാക്ടീരിയ ഹെട്രോട്രോഫാണ്. ഹെട്രോട്രോഫായിട്ടുള്ള ഒരു ബാക്ടീരിയയെ പിടിച്ച് ഓട്ടോട്രോഫായിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിലിട്ടു. അതും ഒരു ഡീമെരിറ്റാണ്. അദ്ദേഹം അതുകൊണ്ട് യൂണിസെല്ലുലാരിറ്റി മൾട്ടി സെല്ലുലാരിറ്റി നോക്കിയില്ല. അതേപോലെ തന്നെ എന്ത് നോക്കിയില്ല, അദ്ദേഹം ഫോട്ടോസിന്തറ്റിക് ആണോ അല്ലെങ്കിൽ ഓട്ടോട്രോഫാണോ അതോ ഹെട്രോട്രോഫാണോ എന്നും അദ്ദേഹം നോക്കിയിരുന്നില്ല. ഓട്ടോട്രോഫാണോ ഹെട്രോട്രോഫാണോ എന്നും അദ്ദേഹം നോക്കിയില്ല. ദീസ് ആർ ദ ഡീമെരിറ്റ്സ്. ഓക്കെ, ഒപ്പം ഹെട്രോട്രോഫായിട്ടുള്ള ബാക്ടീരിയ പിടിച്ച് ഓട്ടോട്രോഫായിട്ടുള്ള പ്ലാന്റിലിട്ടു. അത് ഒന്നാമത്തെ ഡീമെരിറ്റ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഡീമെരിറ്റ് യൂണിസെല്ലുലാറിനെ പിടിച്ച് മൾട്ടി സെല്ലുലാർ ഗ്രൂപ്പിലിട്ടു. രണ്ടാമത്തെ ഡീമെരിറ്റ്. മൂന്നാമത്തെ ഡീമെരിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. എന്താണ് പ്രോകാരിയോട്ട്? ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ലാത്തവരെയാണ് നമ്മൾ പ്രോകാരിയോട്ട് എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, DNA ഉണ്ടാവും, പക്ഷേ അവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിന് ഇല്ലാത്തവരെ നമുക്ക് പ്രോകാരിയോട്ട് എന്ന് പറയാം. പ്രോ എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് എന്നാണ്. പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ നോട്ട് വെൽ ഡിഫൈൻഡ് ആണ്. കാരിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്നാണ്. അതായത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തവർ എന്നാണ് മീനിങ് പ്രോകാരിയോട്ടിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള പ്രോകാരിയോട്ടുകളാണ് ബാക്ടീരിയ. അവരെ പിടിച്ച് ഏത് ഗ്രൂപ്പിലിട്ടു? പ്ലാന്റുകളും അനിമലും ഒക്കെ അല്ലേ, അവരൊക്കെ യൂകാരിയോട്ടാണ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ യൂകാരിയോട്ട്? യു മീൻസ് ട്രൂ, കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. ഓക്കെ, ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസോട് കൂടിയവരെയാണ് നമ്മൾ യൂകാരിയോട്ട് എന്ന് പറയുന്നത്. ആ യൂകാരിയോട്ടിലാണ് പ്രോകാരിയോട്ടായിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത ബാക്ടീരിയയെ പിടിച്ച് ആരിട്ടത്? ഈ പറയുന്ന ആരാണ്? കോളിനേസ് ഇട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡീമെരിറ്റുകൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്നാമത്തെ ഡിമെറിറ്റ് നമ്മൾ നോക്കി എന്താണ്, യൂണിസെല്ലുലാർ ഗ്രൂപ്പിനെ പിടിച്ച് മൾട്ടി സെല്ലുലാർ സിസ്റ്റത്തിലിട്ടു, പ്രോക്യാരിയോട്ടിനെ പിടിച്ച് യൂക്യാരിയോട്ട് സിസ്റ്റത്തിലിട്ടു. അതേപോലെ തന്നെ ഹെട്രോട്രോഫ്, സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാത്തവരെ പിടിച്ച് എന്താണ് ഓട്ടോട്രോഫിക് ഗ്രൂപ്പിലിട്ടു, സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോഫിക് ഗ്രൂപ്പിലിട്ടു. ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് കോൾഡ് ലിനേസ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് നോക്കിയത്, ആക്ച്വലി മോർഫോളജി, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വെജിറ്റേറ്റീവ് പാർട്ടുകൾ എന്തൊക്കെയാണ്, സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, ഇതൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ മാത്രമേ അദ്ദേഹം നോക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഇതധികം വിജയിച്ചില്ല. അതുകൊണ്ട് ഇതധികം അക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു 1969. നമുക്കതിലോട്ട് പോവാം. ഈ 1969 R.H. വിറ്റേക്കർ, റോബർട്ട് ഹൂക്ക് വിറ്റേക്കർ എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ്, ഓക്കെ, R.H. വിറ്റേക്കർ, അദ്ദേഹത്തിന് നമ്മൾ റോബർട്ട് ഹൂക്ക് വിറ്റേക്കർ, ഓക്കെ. അപ്പം ഈ റോബർട്ട് ഹൂക്ക് വിറ്റേക്കർ എന്ന് പറയുന്ന R.H. വിറ്റേക്കർ, ഇദ്ദേഹം പ്രൊപ്പോസ് ചെയ്ത കൊണ്ടുവന്ന ഒരു പുതിയ മോഡലാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഓക്കെ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇതൊരു നീറ്റ് ക്വസ്റ്റ്യനും കൂടെയാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നീറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഹൂ പ്രൊപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? R.H. വിറ്റേക്കർ പ്രൊപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഏത് ഇയറാണെന്നും പലതവണ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1969, 1969 R.H. വിറ്റേക്കർ എന്ത് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്, ഓക്കെ. നമുക്കിനി നോക്കാം എന്തായിരുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകതകൾ. അദ്ദേഹം ഈ ലിവിങ് ഓർഗാനിസം, ജീവനുള്ള ഈ മുഴുവൻ ലിവിങ് ഓർഗാനിസം, ബയോളജിക്കൽ ഓർഗാനിസങ്ങളെ മുഴുവനും അദ്ദേഹം ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ക്രൈറ്റീരിയകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു, ഓക്കെ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില നിബന്ധനകളുണ്ടായിരുന്നു. അത് നമ്മൾ ക്രൈറ്റീരിയ എന്ന് പറയും, ഓക്കെ. ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയ, ഓക്കെ, വെർ പ്രസൻറ്റ് ഫോർ ദ R.H. വിറ്റേക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയായിരുന്നു ആ ക്രൈറ്റീരിയകൾ? ഒന്ന്, അദ്ദേഹം നോക്കിയത് എന്താണ്, സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കിയിരുന്നു, ഓക്കെ. സെല്ലിൻ്റെ സ്ട്രക്ചർ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ കാടിനകത്തൂടെ നടന്നു പോവാണ്. അപ്പോൾ നമ്മളെ മുമ്പിൽ ഒരു ഓർഗാനിസം പുതിയതായിട്ട് വരുന്നു, കാണുന്നു. ഇതുവരെ ഇത് കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനൊരു സാധനത്തിന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടില്ല. നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്, അല്ലേ? ഒരുപാട് ഓർഗാനിസം, അനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, നമ്മൾ ആർത്രോപോഡ്സ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിൽ, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന ഓർഗാനിസത്തിന് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലാത്തൊരു സാധനം എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ പലതും നോക്കേണ്ടിയിരിക്കുന്നു, ഇവനെ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്, ഓക്കെ. അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ചില നിബന്ധനകളെയാണ് നമ്മൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ ക്രൈറ്റീരിയയാണ് ആദ്യം ഈ എൻ്റെ മുമ്പിൽ വന്ന ഓർഗാനിസത്തിൻ്റെ സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുക. സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും അവൻ യൂക്യാരിയോട്ടാണോ പ്രോക്യാരിയോട്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അല്ലേ? സെല്ലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്ക്. ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ, ഡെഫിനറ്റ് ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ടെങ്കിൽ അവൻ യൂക്യാരിയോട്ടാണ്. ഡെഫിനറ്റ് ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ലെങ്കിൽ അവൻ പ്രോക്യാരിയോട്ടാണ്. അപ്പം യൂക്യാരിയോട്ടാണോ പ്രോക്യാരിയോട്ടാണോ എന്ന് നമുക്ക് സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും, അല്ലേ? അതേപോലെ തന്നെ സെൽ വോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, അല്ലേ? സെൽ വോൾ പ്രസൻ്റ് ആണോ? നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഒരു ഓർഗാനിസം സെല്ലെടുത്ത് നോക്കി നോക്ക്. അപ്പോൾ അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലായി. യൂക്യാരിയോട്ടാണോ പ്രോക്യാരിയോട്ടാണോ എന്ന് മനസ്സിലാവും. അതുപോലെ സെൽ വോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് എന്ത് മനസ്സിലാവും? അത് സെൽ വോൾ പ്രസൻ്റ് ആണോ സെൽ വോൾ ആബ്സെൻ്റ് ആണോ എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ, ദാറ്റ് ഈസ് ദ സെൽ സ്ട്രക്ചർ. രണ്ടാമത് അദ്ദേഹം നോക്കിയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് താലസ് ഓർഗനൈസേഷനാണ്. എന്താണ് താലസ്? ബോഡി ഓർഗനൈസേഷൻ. ബോഡി എന്ത് ലെവലിലാണ്? നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് സെല്ലുലാർ ലെവലുണ്ട്, അതുപോലെ തന്നെ ടിഷ്യൂ ലെവലുണ്ട്. സെല്ല് കൂടി ചേരും. ഒരു ബേസിക് ആയിട്ടൊരു സെൽ അറിയാമല്ലോ. ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ഏറ്റവും കുഞ്ഞു സാധനത്തിനെയാണ് നമ്മൾ സെല്ലെന്ന് പറയും. സെല്ല് കൂടി ചേരുമ്പം ടിഷ്യൂ കൂടി ചേരുമ്പം ഓർഗൻ കൂടി ചേരുമ്പം ഓർഗൻ സിസ്റ്റം, സെവറൽ ഓർഗൻ സിസ്റ്റം കൂടി ചേരുമ്പം ഒരു ഓർഗാനിസം ഉണ്ടാവും. അത് പ്ലാന്റുകൾക്ക് ഓർഗൻ സിസ്റ്റം ഇല്ല. പ്ലാന്റുകളെ സംബന്ധിച്ചിടത്തോളം സെല്ലുണ്ട്.
സെല്ല് കൂടി ചേർന്നിട്ട് ടിഷ്യൂ ഉണ്ട്, ടിഷ്യൂ കൂടി ചേർന്നിട്ട് ഒരു ഓർഗൻ ഉണ്ട് അല്ലേ. ഓർഗൻ എന്ന് പറയുമ്പോൾ സ്റ്റെമ്മ്, റൂട്ട്, ലീഫൊക്കെ വരാം. അത് കഴിയുമ്പോൾ അത് ഓർഗാനിസമായിട്ട് മാറും. അതാണ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം താലസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയാം. പ്ലാന്റുകൾക്ക് എന്തുണ്ട്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റെം എടുത്ത് നോക്കും നിങ്ങൾ. സ്റ്റെമ്മിനകത്ത് സെല്ലുണ്ട്. ആ സെല്ല് കൂടി ചേരുമ്പോൾ സ്റ്റെമ്മിൽ ടിഷ്യൂ ഉണ്ടാവും. ടിഷ്യൂ കൂടി ചേരുമ്പോൾ സ്റ്റെം എന്ന് പറയുന്ന ഓർഗൻ ഉണ്ടായി. ഇതുപോലെ സ്റ്റെം എന്ന് പറയുന്ന ഓർഗനും റൂട്ടും ലീഫ് എന്ന് പറയുന്ന ഓർഗൻസും കൂടെ ചേരുമ്പോൾ എന്തായി മാറിയത്? ഓർഗാനിസമായി മാറും. അപ്പോൾ സെൽ, ടിഷ്യൂ, ഓർഗൻ, ദെൻ ഓർഗാനിസമാണ് പ്ലാന്റിൻ്റെ താലസ് ഓർഗനൈസേഷൻ. നിങ്ങൾ ബാക്ടീരിയ എടുത്ത് നോക്ക്. ബാക്ടീരിയ ഒറ്റ സെല്ലേ ഉള്ളൂ. അതുകൊണ്ട് സെല്ലുലാർ ലെവലേ ഉള്ളൂ അവൻ്റെ ഓർഗനൈസേഷൻ. കാരണം അവന് ടിഷ്യൂ ഇല്ല. അപ്പോൾ സെൽ ടു ഓർഗാനിസം, അതാണ് ആര്? ബാക്ടീരിയ. ഇനി നിങ്ങൾ അമീബ എടുത്ത് നോക്ക്. അതും ഒറ്റ സെല്ലേ ഉള്ളൂ. സെൽ ടു ഓർഗാനിസമാണ്. മറ്റ് ടിഷ്യൂ ഒന്നും അവർക്കില്ല. നിങ്ങൾ ഫംഗസ് എടുത്ത് നോക്ക്. ഫംഗസിനെ സംബന്ധിച്ചിടത്തോളം സെല്ലുണ്ട്, ടിഷ്യൂ ഉണ്ട്, പക്ഷെ അവർക്ക് ഓർഗൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സെല്ല്, ടിഷ്യൂ, ഓർഗാനിസം, ഇതാണ് ഫംഗസിൻ്റെ ഓർഗനൈസേഷൻ ലെവൽ. ഇനി നിങ്ങൾ അനിമൽസ് എടുത്ത് നോക്ക്. സെല്ലുണ്ട്, നമുക്ക് സെല്ലുണ്ട്. ഫോർ എക്സാമ്പിൾ കിഡ്നി നിങ്ങളെടുത്ത് നോക്കുക. കിഡ്നിയിൽ കിഡ്നി സെല്ലുണ്ട് അല്ലേ, നമ്മൾ നെഫ്രോൺ എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ അത് കയറുമ്പോൾ കിഡ്നിയിൽ ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂ കൂടി ചേരുമ്പോൾ കിഡ്നി എന്ന് പറയുന്നൊരു ഓർഗനായി മാറും. കിഡ്നി എന്ന് പറയുന്ന ഓർഗൻ ആരുടെ പാർട്ടാണ്? ഓർഗൻ സിസ്റ്റമായ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അങ്ങനെ എക്സ്ക്രീറ്ററി സിസ്റ്റവും നെർവസ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും ഒക്കെ ഇത്രയും ഓർഗൻ സിസ്റ്റം ചേരുമ്പോൾ എന്തായി മാറി? അനിമൽ എന്ന് പറയും, അല്ല ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞൊരു ഓർഗാനിസമായിട്ട് മാറി. അപ്പോൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞ ഓർഗാനിസത്തിൻ്റെ ഓർഗനൈസേഷൻ ലെവല് സെല്ല്, ടിഷ്യൂ, ഓർഗൻ, ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗാനിസം. അപ്പോൾ ഓരോ ഓർഗാനിസങ്ങൾക്കും ഓർഗനൈസേഷൻ ലെവൽ അല്ലെങ്കിൽ ബോഡി ഓർഗനൈസേഷൻ പല ലെവലാണ്. അപ്പോൾ നമുക്കിവിടെ ഓർഗനൈസേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? താലസ് ഓർഗനൈസേഷനാണ്. എന്ന് വെച്ചാൽ ബോഡി ഓർഗനൈസേഷനെയാണ് നമ്മൾ താലസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ബോഡി ഡെവലപ്മെൻറ്റ് അത് ഏതൊക്കെ ലെവൽ വരാം? സെല്ലുലാർ ലെവൽ വരാം. ബാക്ടീരിയ, അമീബയ്ക്കൊക്കെ ഒരു സെല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു സെല്ലുലാർ ലെവലാണ്. ഫംഗസ് എടുത്ത് നോക്കുവാണെങ്കിൽ അവർ ടിഷ്യൂ ലെവൽ വരെ പോവും. ദെൻ പ്ലാന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അവരെന്താണ്? സെല്ലുലാർ, ടിഷ്യൂ ആൻഡ് ഓർഗൻ ലെവൽ വരെ പോവും. ഇനി നിങ്ങൾ എന്താണ്? ആനിമൽസ് എടുത്ത് നോക്ക്. സെല്ലുണ്ട്, ടിഷ്യൂ ഉണ്ട്, ഓർഗനുണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. അങ്ങനെയാണ് ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത്. ഓർഗൻ സിസ്റ്റം ലെവൽ വരെ പോവും. അപ്പോൾ ഇതാണ് താലസ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഒരു ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ലെവല് എന്ന് നോക്കുന്നതാണ് താലസ് ഓർഗനൈസേഷൻ എന്ന് പറയാം. പിന്നെ മൂന്നാമത്തെ, അതായത് രണ്ടാമത്തെ ക്രൈറ്റീരിയ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്രൈറ്റീരിയയിലോട്ട് പോകുന്നു, മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ മൂന്നാമത്തെ ക്രൈറ്റീരിയ മോഡ് ഓഫ് ന്യൂട്രീഷനാണ്. ന്യൂട്രീഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ അപ്ടേക്കിംഗ് ഫുഡാണ് അല്ലേ. ഫുഡിനെ അല്ലെങ്കിൽ ഫുഡ് ഒന്നുകിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ അപ്ടേക്ക് ചെയ്യുക, എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിലാണ് ഫുഡ് എന്താണ് ന്യൂട്രീഷൻ നടക്കുന്നത്. പ്ലാന്റുകളാണെങ്കിൽ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യും, അവരെ നമുക്ക് ഓട്ടോട്രോഫ്സ് എന്ന് പറയാം. പക്ഷേ അനിമൽസ് ആണെങ്കിലോ ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തുനിന്ന് എടുത്ത് കഴിക്കുകയാണ്, ഇൻജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് അല്ലേ. സോ നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഹെട്രോട്രോഫാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ഓർഗാനിസങ്ങൾ ന്യൂട്രീഷൻ നടത്താറുണ്ട്. എന്തൊക്കെയായിട്ടാണ്? ഓട്ടോട്രോഫുകളായിട്ട് ഓട്ടോട്രോഫിസം നടത്താറുണ്ട്. അതുപോലെ അതർ ഓർഗാനിസങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെ നമുക്ക് ഹെട്രോട്രോഫ്സ് എന്ന് പറയാം. ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് എന്തെന്ന് പറയുന്നത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയയിൽ മൂന്നാമത്തതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്താൽ അവർ ഓട്ടോട്രോഫ്, എന്നാൽ അതർ ഓർഗാനിസങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ അവർ ഹെട്രോട്രോഫുകളാണ്. ഓക്കെ, സോ this is the mode of nutrition and that is the third criteria of R.H. Whittaker 5 kingdom classification. Okay, then നമ്മൾ നാലാമത്തെ ക്രൈറ്റീരിയയിലോട്ട് പോവാണ്. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലും റീപ്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് റീപ്രൊഡക്ഷൻ? കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക അല്ലേ. സോ എന്താണ്? പ്രൊഡ്യൂസിങ് ഓസ്പ്രിക്സ് ഓർ പ്രൊഡ്യൂസിങ് പ്രോജനീസ്. ഓക്കെ, പ്രോജനീസ്, ഓസ്പ്രിക്സ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ റീപ്രൊഡക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും 3 തരത്തിലാണ് നടക്കുന്നത്. ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ഓക്കെ. 2 അസെക്ഷൽ റീപ്രൊഡക്ഷൻ, 3 സെക്ഷൽ റീപ്രൊഡക്ഷൻ.
ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് സ്റ്റെം ഒരു വെജിറ്റേറ്റീവ് പാർട്ടാണ്. നമ്മൾ ഹിബിസ്കസ് ചെമ്പരത്തിയുടെയൊക്കെ റോസിൻ്റെയൊക്കെ നമ്മൾ എന്താണ് ഈ സ്റ്റെം കട്ട് ചെയ്ത് അതിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ടായ സ്റ്റെം കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പ്ലാന്റായിട്ട് അത് മാറും, ശരിയല്ലേ? അപ്പോൾ അതൊരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഒന്നാമതായിട്ട് നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പറയാൻ പറ്റും. സ്റ്റെമ്മോ റൂട്ടോ ലീഫോ ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലീഫ് ഈ നമ്മുടെ ബ്രയോഫില ഒക്കെ ഉണ്ടല്ലോ, ആ ബ്രയോഫിലം പോലുള്ള പ്ലാന്റുകൾ ചുടക്കം എന്നൊക്കെ പറയും. അപ്പോൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ ലീഫ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വെച്ചാൽ നമുക്ക്, അതുപോലെ നിശാഗന്ധിയുടെയൊക്കെ ലീഫ് കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ്. റോസിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അസ്പരാഗസ് ഉണ്ട്, മലയാളത്തിൽ പറഞ്ഞാൽ ശതാവരിയുടെയൊക്കെ റൂട്ട് കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെജിറ്റേറ്റീവ് പാർട്ട് കൊണ്ട് നമുക്കൊരു പുതിയ പ്ലാന്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് റീപ്രൊഡക്ഷൻ ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ചില സ്പോറുകളൊക്കെ ഉണ്ടാക്കും. അത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചില അസെക്ഷൽ സ്പോറുകളുണ്ട്. ഓക്കെ, ഒരു ബോഡി ഫംഗസിൻ്റെയൊക്കെ ബോഡി ഇങ്ങനെ വളർന്ന് വരും. ഫംഗസ് അറിയാമല്ലോ, കൂണ്, അതുപോലെ തന്നെ നമ്മളെ ബ്രെഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൂപ്പൽ, ഈ പറയുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ ചില സ്പോറുകൾ എന്ന് പറഞ്ഞ കുഞ്ഞു ടൈപ്പ് ഉണ്ട്. അത് വന്ന് വീണാൽ പുതിയ ഫംഗസ് ഉണ്ടാവും. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ അറ്റ്മോസ്ഫിയറിലൊക്കെ എന്തുണ്ട്, സ്പോറുകളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ടല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സാധനം പഴകുമ്പോൾ അതിൽ പെട്ടെന്ന് ഫംഗസൊക്കെ വളരുന്നത്, കാരണം സ്പോറുകൾ വന്ന് വീഴുന്നതുകൊണ്ടാണ്. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാണ് സ്പോർ ഫോർമേഷൻ. സ്പോർട്സ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് പുതിയ എന്തുണ്ടാവും, ഓർഗാനിസങ്ങൾ ഡെവലപ്പ് ചെയ്യും. അതാണ് രണ്ടാമത്തെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. മൂന്നാമത്തെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഗ്യാമീറ്റുകളുടെ പ്രൊഡക്ഷനോടുകൂടി മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഉണ്ടാകുകയും ആ രണ്ട് ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് നമ്മളൊക്കെ ഉണ്ടായതുപോലെ അച്ഛൻ്റെ സ്പേമും അമ്മയുടെ ഓവും അല്ലെങ്കിൽ എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് നമ്മളെന്ന് പറയുന്നൊരു സൈഗോട്ട് ഉണ്ടായി നമ്മളെന്ന് പറയുന്നൊരു മൾട്ടി സെല്ലർ ഓർഗാനിസമായിട്ട് വളർന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഓക്കെ, സോ ദ തേർഡ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, സോ ദർ ആർ 3 types of reproductions mainly happens in living organisms. They are വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതായിരുന്നു ആർച്ച് വീറ്റേക്കറിൻ്റെ 4ാമത്തെ ക്രൈറ്റീരിയ. ഓക്കെ, ഇനി ഫൈനൽ ക്രൈറ്റീരിയയിലോട്ട് നമ്മൾ പോകുന്നു. 5ാമത്തെ ക്രൈറ്റീരിയ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഓർ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ, 5ാമത്തെ ക്രൈറ്റീരിയയിലോട്ട് നമ്മൾ പോകുന്നത് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ, എന്താണ് ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ പൂർവികരിൽ നിന്ന് ചില മാറ്റങ്ങളുണ്ടായി, നമ്മുടെയൊക്കെ ആൻസസ്റ്റേഴ്സ് അവരിൽ നിന്ന് ചില മാറ്റങ്ങളുണ്ടായി എവല്യൂഷൻ നടന്നാണ് നമ്മളെന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഇപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ കാണുന്ന പല ഓർഗാനിസങ്ങൾ, ലോകത്ത് ചുറ്റും കാണുന്ന പല ഓർഗാനിസങ്ങളും ഇതേപോലെ എവല്യൂഷൻ നടന്നുണ്ടായവരാണ്. അപ്പം നമ്മുടെ പൂർവികരെന്ന് പറയുമ്പോഴത്തേക്കും ചിമ്പാൻസി അല്ലേ, ഗൊറില്ല, ചിമ്പാൻസി, മങ്കീസ്, ഇതൊക്കെയാണ് നമ്മുടെ പൂർവികർ. അവർക്കൊക്കെ എവല്യൂഷൻ നടന്നിട്ടാണ് നമ്മളുണ്ടായെന്നാണ് പറയുന്നത്. അത് ഇവിടെ എങ്ങനെ ആർച്ച് വിറ്റേക്കർ നോക്കിയെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇദ്ദേഹം എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറയാൻ കാരണം, നമ്മൾ ഇപ്പോൾ ഒരു കാടിനകത്ത് പോവാം. ഈ കാടിനകത്ത് പോകുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിക്കാം, മനുഷ്യനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഏതോ ഒരു ജീവി ഇങ്ങനെ കാടിനകത്തൂടെ പോയപ്പോഴും ആദ്യമായിട്ടൊരു മനുഷ്യനെ കാണുവാണ്. ഈ മനുഷ്യനെ കാണുമ്പോൾ ഈ മനുഷ്യനെ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നോക്കും. സെല്ലിൻ്റെ സ്ട്രക്ചർ, മോഡ് ഓഫ് ന്യൂട്രീഷനൊക്കെ നോക്കിയിട്ട് അവസാനം നമ്മൾ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നോക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ്റെ രൂപം വെച്ച് നോക്കുമ്പോൾ ഇവൻ ആരുമായിട്ടൊക്കെ സാമ്യമുണ്ട്. ഇവന് ചിമ്പാൻസിയുമായിട്ടും അല്ലേ, മങ്കിയുമായിട്ടും ഗൊറില്ലയായിട്ടൊക്കെ അവന് സാമ്യമുണ്ട്. അവരെ പോലെ കാലുകളുണ്ട്, കൈകളുണ്ട്, ഓക്കെ, ബോഡി ഷേപ്പൊക്കെ ഏതാണ്ട് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്ന് എവല്യൂഷൻ നടന്നിട്ടാണ്, ചിമ്പാൻസി ഗൊറില്ല പോലുള്ളവരിൽ നിന്ന് എവല്യൂഷൻ നടന്നിട്ടാണ് ഈ മനുഷ്യനുണ്ടായെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവനിൽ നിന്ന് എവല്യൂഷൻ ഉണ്ടായിട്ടാണ് ഇവനുണ്ടായെങ്കിൽ ഇവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ്.
ഈ ഓർഗാനിസങ്ങൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്, അവരിൽ മാറ്റങ്ങളുണ്ടായിട്ടാണ് ഇതുണ്ടായത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ചിമ്പാൻസിയും ഗൊറില്ലയും അതുപോലെ തന്നെ മങ്കിയും ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ തന്നെയാണ് ഈ ആദ്യമായിട്ട് കണ്ട ഹ്യൂമൻ ബീയിങ്ങിനെ പിടിച്ചിടേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അവിടെ പിടിച്ചിട്ടത് എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? എവല്യൂഷണറി ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് നോൺ ആസ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. സോ വാട്ട് ഈസ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ? ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് based on the evolutionary relationship. എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഈ 5 ക്രൈറ്റീരിയകളുമാണ് RH വിറ്റേക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയ? 1 സെല്ലിൻ്റെ സ്ട്രക്ചർ, 2 താലസ് ഓർഗനൈസേഷൻ, 3 മോഡ് ഓഫ് ന്യൂട്രീഷൻ, 4 മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, 5 ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇത്രയും വെച്ചിട്ടാണ് അദ്ദേഹം 5 കിങ്ഡം കൊണ്ടുവന്നത്. അങ്ങനെ 5 കിങ്ഡത്തിന് പറയുന്ന പേരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ 5 ക്രൈറ്റീരിയ നോക്കാം. 5 ക്രൈറ്റീരിയ. ആദ്യം പറഞ്ഞു സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കത് യൂക്യാരിയോട്ടാണോ പ്രോക്യാരിയോട്ടാണോ, സെൽ വാൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത് താലസ് ഓർഗനൈസേഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്കത് സെല്ലുലാറാണോ ടിഷ്യൂ ആണോ ഓർഗൻ സിസ്റ്റം ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്കത് ഓട്ടോട്രോഫാണോ ഹെട്രോട്രോഫാണോ എന്ന് മനസ്സിലാവും. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നോക്കുമ്പോഴത്തേക്കും അത് വെജിറ്റേറ്റീവ് ആണോ അസെക്ഷലി ആണോ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുകയും നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷനാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ 5 കിങ്ഡമാണ് ആര് കൊണ്ടുവരുന്നത്? ഈ പറയുന്ന RH വിറ്റേക്കർ കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ കിങ്ഡം എന്ന് പറയുന്നത് കിങ്ഡം മൊനേറയാണ്. രണ്ടാമത്തെ കിങ്ഡം പ്രൊട്ടീസ്റ്റയാണ്, മൊനീറ പ്രൊട്ടീസ്റ്റ. മൂന്നാമത്തത് കിങ്ഡം ഫംഗയാണ്, ഫംഗസ് അല്ലെങ്കിൽ കിങ്ഡം മൈക്കോട്ട എന്ന് നമ്മൾ പറയും. നാലാമത്തതാണ് കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം എന്ന് പറയാം. അഞ്ചാമത്തത് കിങ്ഡം അനിമാലിയ അല്ലെങ്കിൽ നമുക്ക് അനിമൽ കിങ്ഡം എന്ന് പറയാം. സോ ദർ ആർ 5 കിങ്ഡം ദാറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ RH വിറ്റേക്കർ. ദീസ് കിങ്ഡംസ് ആർ മൊനീറ, പ്രൊട്ടീസ്റ്റ, ഫഞ്ചെ, പ്ലാന്റ് ആൻഡ് അനിമാലിയ. നമുക്ക് ഇവരുടെ ക്രൈറ്റീരിയകൾ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു ഇവരുടെ ക്രൈറ്റീരിയകളെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്കറിയാം ക്രൈറ്റീരിയയിൽ ഒന്നാമത് നമുക്ക് നോക്കാം അവരാരാണ്? പ്രോകാരിയോട്ടാണോ സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന മൊനീറ ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ്. സോ ദേ ആർ പ്രോകാരിയോട്സ്. പക്ഷേ പ്രൊട്ടീസ്റ്റ യൂകാരിയോട്ടാണ്, ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്. ഫംഗസും യൂകാരിയോട്ടാണ്, ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്. അതുപോലെ പ്ലാന്റയും യൂകാരിയോട്ടാണ്, ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്. അനിമാലിയയും യൂകാരിയോട്ടാണ്, ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്. സോ ഇതാണ് സെല്ലിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചുള്ള ഇവരുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്? സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മൊനീറ മാത്രമാണ് ഇതിനകത്ത് പ്രോകാരിയോട്ട് എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം യൂകാരിയോട്ടിക് ഗ്രൂപ്പാണ്. ഇതൊരു എൻട്രൻസ് ക്വസ്റ്റ്യനാണ്, നീറ്റ് ക്വസ്റ്റ്യനാണ്. ദ ഓൺലി വൺ പ്രോകാരിയോട്ടിക് കിങ്ഡം, ഒരേ ഒരു പ്രോകാരിയോട്ടിക് കിങ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? കിങ്ഡം മൊനീറ മാത്രമാണ്. ഓക്കെ, അതാണ് സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ക്രൈറ്റീരിയ ഉപയോഗിച്ച് തന്നെ നമുക്ക് രണ്ടാമതൊരു കാര്യം പറയാം. എന്താണ്? സെൽ വോളിൻ്റെ പ്രസൻസ് അല്ലേ? നമുക്കറിയാം മൊനീറയ്ക്ക് എന്തുണ്ട്? സെൽ വോളുണ്ട്. അവൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത് പ്രത്യേകതരം പെപ്റ്റിഡോ ഗ്ലൈക്കൻസ് ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. അതായത് പ്രോട്ടീൻസും അതുപോലെ തന്നെ ഷുഗറും കൊണ്ടുണ്ടാക്കിയതാണ്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡിൻ്റെ പോളിമേഴ്സാണ്. ഒത്തിരി അമിനോ ആസിഡ് ചേരുമ്പം പ്രോട്ടീനായി മാറും. ഓക്കെ, അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ സെൽ വോളിൽ അമിനോ ആസിഡും അതുപോലെ തന്നെ ആരുമുണ്ട്? ഷുഗറും ഉണ്ടാവും. ഇനി പ്രൊട്ടീസ്റ്റ നോക്കുവാണെങ്കിൽ പ്രൊട്ടീസ്റ്റയ്ക്കും സെൽ വോളുണ്ട്. ഓക്കെ, സെൽ വോള് പലർക്കും പലതാണ്. ചിലർക്ക് സിലിക്ക ആയിരിക്കാം,
ചിലർക്ക് അത് എന്താണ് സെല്ലുലോസ് ആയിരിക്കാം, ചിലർക്കത് പ്രോട്ടീൻ ലെയർ ആയിരിക്കാം, പെല്ലിക്കളായിരിക്കാം. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്യും. സോ അങ്ങനെ ആർക്കുണ്ട്? പ്രൊട്ടിസ്റ്റയ്ക്ക് സെൽ വാൾ ഉണ്ട്, പ്രസൻ്റാണ്. ഇനി ഫംഗസ് നോക്കുവാണെങ്കിൽ അവർക്കും സെൽ വാളുണ്ട്. ഓക്കെ, സെൽ വാളുണ്ട്. അവരുടെ സെൽ വാൾ എന്ന് പറയുന്നത് കൈറ്റിനാണ്. കൈറ്റിൻ. ഓക്കെ, കൈറ്റിൻ എന്ന് പറയുന്ന ഒരു സെൽ വാൾ കൊണ്ടാണ് ഫംഗസിനുണ്ടാക്കിയിരിക്കുന്നത്. അമിനോ ഷുഗേഴ്സ് അടങ്ങുന്ന NH2 ഗ്രൂപ്പുള്ള ഷുഗേഴ്സുള്ള എന്താണ് ഒരു സാധനമാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. അതൊരു ഷുഗറാണ്. അപ്പോൾ ഈ പറയുന്ന സെൽ വാള് ഫംഗസിനുണ്ട്. ഇനി പ്ലാന്റിന് നോക്കിക്കേ, പ്ലാന്റിനും എന്ത് പ്രസൻ്റാണ്? സെൽ വാൾ പ്രസൻ്റാണ്. ആ സെൽ വാൾ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പ്ലാന്റിലെ സെൽ വാൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്? സെല്ലുലോസ്. സെൽ വാളാണ്. സെൽ വാൾ കവർ ചെയ്തിരിക്കുന്ന എല്ലാം സെല്ലുലോസാണ്. പക്ഷേ അനിമൽസിന് എന്തില്ല? സെൽ വാളില്ല. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിനും അതുപോലുള്ള അനിമൽസിനൊക്കെ എന്ത് ആബ്സെൻ്റാണ്? സെൽ വാൾ ആബ്സെൻ്റാണ്. സോ നമ്മൾ അനിമാലിയെ നോക്കുമ്പോഴത്തേക്കും എന്തായിട്ട് കൺസിഡർ ചെയ്യാം? സെൽ വാൾ ആബ്സെൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇത്രയൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ക്രൈറ്റീരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായി? സെല്ലിൻ്റെ സ്ട്രക്ചറായി. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? താലസ് ഓർഗനൈസേഷനാണ്. എങ്ങനെയാണ് അവരുടെ ബോഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ബോഡി ഓർഗനൈസേഷൻ നോക്ക്. മൊനീറയെ സംബന്ധിച്ചിടത്തോളം മൊനീറ എന്ന് പറയുന്നത് ഫുൾ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ കിങ്ഡമാണ് നമ്മൾ മൊനീറ എന്ന് പറയുന്നത്. അതിനകത്ത് ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. മൊനീറയിൽ ബാക്ടീരിയ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ബാക്ടീരിയ മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള സാധനത്തിന് നമുക്കറിയാം ബാക്ടീരിയയ്ക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ. ദേ ആർ യൂണിസെല്ലുലാർ. ഒറ്റ സെല്ലുകൊണ്ട് ജീവിക്കുന്നവരാണ്. സോ നമ്മൾ അവൻ്റെ താലസ് നോക്കുവാണെങ്കിൽ സെല്ലുലാർ ലെവലാണ്. എന്ത് ലെവലാണ്? സെല്ലുലാർ ലെവൽ. ഒറ്റ സെല്ലേ ഉള്ളൂ. ഇനി അടുത്ത് പ്രൊട്ടിസ്റ്റ നോക്കിക്കേ. പ്രൊട്ടിസ്റ്റ നിങ്ങൾ എക്സാമ്പിളായിട്ട് പറയണ അമീബ പറയാം. അമീബ, പാരമീസിയം. അമീബയൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഒരു സിംഗിൾ സെല്ലാണ്, ഒറ്റ സെല്ലേ അവൻ്റെ ബോഡിയിലുള്ളൂ. അപ്പോൾ അവനും എന്ത് ലെവൽ തന്നെയാണ്? സെല്ലുലാർ ലെവൽ തന്നെയാണ്. ഓക്കെ, സെല്ലുലാർ ലെവൽ. താലസ് ഓർഗനൈസേഷൻ രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുവാണെങ്കിൽ സെല്ലുലാർ ലെവലാണ്. ഇനി നമുക്ക് ഫംഗസിലോട്ട് വരാം. ഫംഗസ് നമുക്കറിയാം, ഹിയർ ഇറ്റ് ഈസ് എന്താണ്? സെല്ലുലാർ ലെവലുണ്ട്, അവന് ടിഷ്യൂ ഉണ്ട്. പക്ഷേ ഫംഗസിന് എന്തില്ല? ഓർഗൻസ് ഇല്ല. ഓക്കെ, സോ നമുക്ക് ഫംഗസിലോട്ട് എത്തുമ്പോൾ സെല്ലുലാർ കഴിഞ്ഞ് എന്തിലോട്ടെത്താം? ടിഷ്യൂ ലെവലിലോട്ടെത്താം. ഓക്കെ, അപ്പോൾ ടിഷ്യൂ ലെവലാണ് നമുക്ക് ഫംഗസിൻ്റെ താലസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പ്ലാന്റിലോട്ട് വന്ന് നോക്കൂ. പ്ലാന്റിലൊന്ന് വരുമ്പം സെല്ലുലാർ ലെവലുണ്ട്, ടിഷ്യൂ ഉണ്ട്, ദെൻ ഓർഗൻ ഉണ്ട്. പക്ഷെ അവർക്ക് ഓർഗൻ സിസ്റ്റം ഇല്ല. ശരിയല്ലേ? അപ്പം എന്താണ്? ഓർഗൻസ് വരെയാണ് ഇവരുടെ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലുണ്ട്, സെല്ലുലാർ, ടിഷ്യൂ ലെവൽ ആൻഡ് ഓർഗൻ ലെവൽ. പക്ഷേ ഓർഗൻ സിസ്റ്റം ഇല്ല പ്ലാന്റിൽ. ഇനി അടുത്ത് നമ്മൾ അനിമാലിയ എടുത്ത് നോക്കൂ. അനിമാലിയെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മൾ അനിമൽസൊക്കെ നമുക്ക് സെല്ലുണ്ട്, പിന്നെ ടിഷ്യൂ ഉണ്ട്, ഓർഗനുണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്, അല്ലേ? അപ്പം ഇത്രയും ചേർന്നിട്ടാണ് നമ്മളെന്ന് പറയുന്ന അനിമൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ താലസ് ഓർഗനൈസേഷൻ ലെവൽ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റമാണ്. ഓക്കെ, ഓർഗൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് സെല്ലുണ്ട്, ടിഷ്യൂ ഉണ്ട്, ഓർഗനുണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്. അങ്ങനെയാണ് നമ്മളെന്ന് പറയുന്ന അനിമൽസ് താലസിൻ്റെ ഓർഗനൈസേഷൻ ലെവൽ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ടുള്ള ഈ സംഭവത്തിൽ ഇങ്ങനെ പറയാം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്രൈറ്റീരിയയിലോട്ട് പോകാം. മോഡ് ഓഫ് ന്യൂട്രീഷൻ. എങ്ങനെയാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്? അല്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കിയിട്ടാണോ അതോ അതർ ഓർഗാനിസങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ? അതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്ന മോഡ് ഓഫ് എന്തെന്ന് പറയുന്നത്, ന്യൂട്രീഷൻ എന്ന് പറയും. ആ ന്യൂട്രീഷനോട്ട് നമുക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. മൊനീറ നോക്കുവാണെങ്കിൽ അതിൽ ബാക്ടീരിയയാണ് നമ്മൾ പറഞ്ഞു മെയിനായിട്ട്. ബാക്ടീരിയ മാത്രമേ മൊനീറയിൽ വരുന്നുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ, സയാനോ ബാക്ടീരിയ. അപ്പോൾ അതിൽ കുറച്ച് പേര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, പക്ഷേ മെജോറിറ്റി ബാക്ടീരിയയും ഹെട്രോട്രോഫാണ്. അപ്പോൾ കുറച്ച് പേര് ഓട്ടോട്രോഫ്, സയാനോ ബാക്ടീരിയ പോലുള്ളവർ കുറച്ച് പേര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവരതുകൊണ്ട് ഓട്ടോട്രോഫാണ്. ഓക്കെ, സോ സം ഓഫ് ദം ആർ ഓട്ടോട്രോഫ്സ്. ചിലർ ഓട്ടോട്രോഫുകളാണ്, എന്നാൽ ചിലർ ഹെട്രോട്രോഫുകളും ആണ്. എന്നുവെച്ചാൽ മെജോറിറ്റി ഹെട്രോട്രോഫാണ്, കുറച്ച് പേര് മാത്രം ഓട്ടോട്രോഫുകളാണ്. ഇനി നമ്മൾ പ്രൊട്ടിസ്റ്റയിലോട്ട് വരാം. പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്. ഇവരൊക്കെ ഓട്ടോട്രോഫുകളാണ്.
എന്നാൽ ഇതിൽ തന്നെ യൂഗ്ലിനോയിഡ്സ് ഓട്ടോട്രോഫായിട്ട് ഹെട്രോട്രോഫായിട്ട് ആക്ട് ചെയ്യുന്നവരാണ്. പിന്നെ സ്ലൈം മോൾഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോസോവയുണ്ട്, ഇവരെല്ലാം ഹെട്രോട്രോഫാണ്. അപ്പോൾ നമ്മൾ പ്രൊട്ടീസ്റ്റ നോക്കുമ്പോൾ അമീബ പോലുള്ളവർ ഹെട്രോട്രോഫും ക്രൈസോഫൈറ്റുകൾ പോലുള്ളവർ ഓട്ടോട്രോഫുകളുമാണ്. അപ്പോൾ നമുക്ക് പ്രൊട്ടീസ്റ്റയിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണ്, ഓട്ടോട്രോഫും എഴുതാം, പിന്നെ എന്തും എഴുതാം, ഹെറ്ററോട്രോഫുകളായിട്ട് നമുക്ക് എഴുതാം. ഇതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഫംഗസിലോട്ട് എത്തുവാണ്. ഫംഗസിലോട്ട് എത്തുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഹെട്രോട്രോഫാണ്. കൂടുതലും സാപ്രോഫൈറ്റുകളാണ്. ഡെഡ് ഓർഗാനിസങ്ങളിൽ പറ്റിപ്പിടിക്കുന്നവരാണ് ഈ ഫംഗസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ബ്രെഡിൽ, അതുപോലെ തന്നെ വീണ് കിടക്കുന്ന തടി കഷ്ണങ്ങൾ, അതുപോലെ പാറ കഷ്ണങ്ങൾ, ഇവരിലൊക്കെ പറ്റിപ്പിടിച്ച് വരുന്ന ഫംഗസ്. സോ ഓൾ ഓഫ് ദീസ് ആർ എന്താണ്, ഹെറ്ററോട്രോഫ്സുകളാണ്. എല്ലാവരും തന്നെ ഹെറ്ററോട്രോഫുകളാണ്. ഇനി നമ്മൾ പ്ലാന്റയിലോട്ട് വരാം. പ്ലാന്റുകളിൽ മെജോറിറ്റിയും അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഓട്ടോട്രോഫ് എന്ന് പറയാം. ചിലർ മാത്രം ഹെട്രോട്രോഫായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓട്ടോട്രോഫുകളാണ്, പക്ഷേ ഹെട്രോട്രോഫിസം കൂടെ ഉള്ളവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻസെക്ടിവോറസ് പ്ലാന്റുകൾ, ബ്ലാഡർ വേർട്ട്, അതുപോലെ തന്നെ വീനസ് ഫ്ലൈ ട്രാപ്പ്, അതുപോലെ തന്നെ പിക്ചർ പ്ലാന്റ്. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പിക്ചർ പ്ലാന്റ്, ലീഫൊക്കെ കുടം പോലെ ഇരിക്കുന്നവർ. അപ്പോൾ ഇവരെല്ലാം ഇൻസെക്ടിവോറസ് എന്ന് വെച്ചാൽ ഇൻസെക്ട്സിനെ കഴിച്ച് ജീവിക്കുന്നവരും കൂടിയാണ്. ഡൈജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരും, കഴിച്ചല്ല ഡൈജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെല്ലാം ഹെട്രോട്രോഫുകളാണ്. പക്ഷേ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട. മെജോറിറ്റിയും 95% ഓട്ടോട്രോഫ് ആയതുകൊണ്ട് നമുക്ക് പ്ലാന്റ് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം, ഓട്ടോട്രോഫിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ഇത് നിങ്ങൾ അനിമാലി എടുക്കൂ, അനിമൽസ് നമ്മളൊക്കെ പക്ക ഹെട്രോട്രോഫാണ്. അതർ ഓർഗാനിസങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിൽ ആരും തന്നെ ഓട്ടോട്രോഫിസം നടത്തുന്നില്ല, ശരിയല്ലേ? സോ എന്താണ്, നമ്മളെല്ലാവരും തന്നെ എന്താണ്, ഹെറ്ററോട്രോഫുകളാണ്. സോ ഇതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ വെച്ചിട്ടുള്ള അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മൊനീറ ഓട്ടോട്രോഫുകളും ഹെട്രോട്രോഫുകളും കുറച്ച് പേര് ഓട്ടോട്രോഫുകൾ വരുന്നുണ്ട്, മെജോറിറ്റി ഹെട്രോട്രോഫാണ്. പ്രൊട്ടീസ്റ്റ ഓട്ടോട്രോഫും ഹെട്രോട്രോഫും വരുന്നുണ്ട്. ഫംഗസ് പക്ക ഹെട്രോട്രോഫാണ്. അതുപോലെ തന്നെ പ്ലാന്റ് പക്ക ഓട്ടോട്രോഫാണ്. അനിമാലിയ എന്ന് പറയുന്നത് പക്ക ഹെട്രോട്രോഫാണ്. നമ്മൾ ഇനി നാലാമത്തെ ക്രൈറ്റീരിയയിലോട്ട് പോകുന്നു, എന്നാണ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. എങ്ങനെയാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൊനീറ നോക്കൂ. മൊനീറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ടൈപ്പ് റീപ്രൊഡക്ഷനുമുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷനുമുണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനുമുണ്ട്. ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് 2 ബാക്ടീരിയ ആകുന്ന ബൈനറി ഫിഷൻ പോലെയും, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനും മൊനീറയ്ക്ക് അവകാശപ്പെട്ടതാണ്. സോ അവർക്ക് 2 തരം റീപ്രൊഡക്ഷനുണ്ട്, അസെക്ഷലുണ്ട്, സെക്ഷലുണ്ട്. നമ്മളിത് ഓരോ കിങ്ഡമായിട്ട് പഠിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ കിങ്ഡത്തിനും സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുന്നതായിരിക്കും. സോ മൊനീറ എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു. ഇനി നമ്മൾ പ്രൊട്ടീസ്റ്റയിലോട്ട് പോകുന്നു. പ്രൊട്ടീസ്റ്റയിലും സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും കോമൺ ആണ്. അതും ഞാൻ അവരിലോട്ട് എത്തുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നവരും ഏത് ഗ്രൂപ്പിലുണ്ട്, പ്രൊട്ടീസ്റ്റ ഗ്രൂപ്പിലുണ്ട്. പിന്നെ നമ്മൾ ഫംഗൈ ഗ്രൂപ്പിലോട്ട് പോവാണ്. ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനുണ്ട്. ഈ 3 റീപ്രൊഡക്ഷനും ഫംഗസിന് അവകാശപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? അസെക്ഷലുണ്ട്, അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനുണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ 3 റീപ്രൊഡക്ഷനും ആർക്കും അവകാശപ്പെട്ടതാണ്? കിങ്ഡം പ്ലാന്റയ്ക്ക് കിങ്ഡം ഫംഗസിന് അവകാശപ്പെട്ടതാണ്. ഇനി നമ്മൾ കിങ്ഡം പ്ലാന്റയിലോട്ട് പോകും. പ്ലാന്റയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ഇതുപോലെ തന്നെ വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റുകൾക്കുമുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. പോളിനേഷനൊക്കെ നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ് പ്ലാന്റുകളിൽ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നതൊക്കെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ്. സ്പോറുകൾ വഴി ഉണ്ടാകുന്നത് ആൽഗയിലൊക്കെ സ്പോറുകളൊക്കെ വഴി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം, അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് പോലുള്ള പ്ലാന്റുകളിലൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ അനിമാലിയിലോട്ട് പോകും. അനിമാലിയിൽ കൂടുതലും എന്ത് തന്നെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ്, അല്ലേ? നമ്മുടെ ഗാമീറ്റുകൾ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകൾ തമ്മിൽ മേറ്റിംഗ് നടത്തി അല്ലെങ്കിൽ കോപ്പുലേഷൻ നടത്തി, അല്ലേ, അവരിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. സോ ഇതാണ് 4ാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറയുന്നത്, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ 5 കിങ്ഡത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ മൊനീറയ്ക്ക് നമുക്കറിയാം പ്രോകാരിയോട്ടാണ്. സെൽ വാൾ കോമ്പോസിഷൻ അമിനോ ആസിഡും ഷുഗറും കൂടെ ചേർന്നത്. സെല്ലുലാർ ലെവല് ഓട്ടോട്രോഫും ഹെട്രോട്രോഫും ഉണ്ട്. അതുപോലെ തന്നെ അസെക്ഷൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇതെല്ലാം മൊനീറയുടെ പ്രത്യേകതയാണ്. അതിൽ കാണപ്പെടുന്നത് ഫുള്ള് ആരാണ്? ബാക്ടീരിയ.
സോൾ മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം മൊനീറ എന്നറിയപ്പെടുന്ന ബാക്ടീരിയ. പ്രൊട്ടിസ്റ്റ നമ്മുടെ അമീബ പാരമീസിയോ ഒക്കെ വരുന്നത് അവർ എന്താണ് യൂക്കാരിയോട്ടാണ്, സെൽ വോളുണ്ട്, സെല്ലുലാർ ലെവലാണ്, ഓർഗനൈസേഷനിൽ ഓട്ടോട്രോഫ് ഹെറ്ററോട്രോഫോ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അസെക്ഷലും സെക്ഷലും ഉണ്ട്. ഇതുപോലെ ഓരോ ക്രൈറ്റീരിയകളും നമ്മൾ ഓരോ കിങ്ഡത്തിനും പറയുന്നുണ്ട്. ഈ 5 കിങ്ഡത്തിനും അവരുടേതായ വ്യക്തമായ ക്യാരക്ടറൈസിക്സ് അവർക്കുണ്ട്. ഈ പറയുന്ന ക്രൈറ്റീരിയകളാണ് RH വിറ്റേക്കർ ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടിയാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇവിടെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. കാരണം 2 ഓർഗാനിസങ്ങളെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അറിയണമെങ്കിൽ നമ്മൾ വേറൊരു ഓർഗാനിസമായ ചിമ്പാൻസിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഒരു കമ്പാരിസൺ വഴിയാണ് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ അതുകൊണ്ടാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ ഞാൻ ഇവിടെ എഴുതാത്തത്. ഓക്കെ, സോ നമുക്ക് ഇത്രയും ലെവൽ വെച്ചിട്ടാണ് 5 കിങ്ഡം RH വിറ്റേക്കർ പ്രപ്പോസ് ചെയ്തത്. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചേ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമാലിയ. അതിനുപയോഗിച്ച് 5 ക്രൈറ്റീരിയ. 1, അദ്ദേഹം സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കി. 2, അദ്ദേഹം എന്താണ് അതിൻ്റെ താലസ് ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ ലെവൽ നോക്കി. 3, അദ്ദേഹം അതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കി. 4, അദ്ദേഹം മോഡ് ഓഫ് എന്തും നോക്കി, റീപ്രൊഡക്ഷൻ നോക്കി. ഈ 4 പിന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അത് നമുക്കിവിടെ എഴുതാൻ പറ്റത്തില്ല. സോ കാരണം കമ്പാരിസൺ വഴിയുള്ളതാണ്. അപ്പോൾ 2 പേരുടെ നമ്മൾ മുമ്പിൽ എത്തണം. ഓക്കെ, എന്നാലേ നമുക്കതിനെ കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ക്രൈറ്റീരിയകളെല്ലാമാണ് RH വിറ്റേക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇവരോരോരുത്തരെയും കുറിച്ചാണ്. ഇവരോരോരുത്തരെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ തീരും. നമുക്ക് ഓരോരുത്തരിലോട്ടും പോകാം.